ഓം ശ്രീ മഹാദേവ്യൈ നമ. സൗന്ദര്യലഹരി 71 ശ്ലോകമാണിന്ന് വിശദീകരിക്കുന്നത്. 70 ശ്ലോകത്തിൽ അമ്മയുടെ താമര വളയങ്ങൾ പോലെ മനോഹരമായ 4 കരങ്ങളും അവയുടെ ശ്രേഷ്ഠതയുമെല്ലാം വർണ്ണിച്ചു. ബ്രഹ്മാവ് സദാ ആ 4 കരങ്ങളെ സ്തുതിക്കുന്നതും എപ്പോഴും ബ്രഹ്മദേവൻ്റെ 4 ശിരസിലും അമ്മയുടെ അഭയഹസ്തം പതിക്കേണമേ എന്ന പ്രാർത്ഥനയുമൊക്കെ ആചാര്യസ്വാമികൾ വളരെ വിശദമായി 70 ശ്ലോകത്തിൽ വർണ്ണിച്ചിരുന്നു. 71 ശ്ലോകത്തിൽ ദേവിയുടെ കരതലവും, അതായത് ഉള്ളംകൈയും നഖങ്ങളുമാണ് വർണ്ണനാ വിഷയമായിട്ടുള്ളത്. ദേവിയുടെ കരതലങ്ങൾ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനെ കൊണ്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്തതാണ്. ആചാര്യസ്വാമികൾ നിസ്സഹായനായി ഇവിടെ നിലകൊള്ളുന്നു. അനുപമവും വർണ്ണനാതീതവുമാണ് അമ്മയുടെ അതിസുന്ദരമായ കരതലങ്ങൾ. താമരപ്പൂവിൻ്റെ മനോഹാരിത ഒന്നും അമ്മയുടെ കരചരണത്തിൻ്റെ 7 അരികത്ത് വരില്ലത്രേ. അടുത്ത ഒരു സന്ദർഭം ഉപമിക്കുന്നത് ലക്ഷ്മി ഭഗവതിയെയാണ്. ലക്ഷ്മി ഭഗവതി സദാ താമരയിൽ വസിക്കുന്നതെങ്കിലും ദേവിക്ക് കൂടുതൽ ഇഷ്ടം അമ്മയുടെ മനോഹരമായ കരതലത്തിൽ ഇരിക്കാനാണ്. ലക്ഷ്മി ദേവിയുടെ അതിമനോഹരമായ പാദങ്ങൾ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണ്ടി ചുവന്ന ചെമ്പഞ്ഞിച്ചാർ പുരട്ടി ചുമപ്പിച്ചിട്ടുണ്ട്. അത് ദേവി താമരയിലിരിക്കുമ്പോൾ ആ കോലരക്ക് അഥവാ ചെമ്പഞ്ഞിച്ചാറ് ഈ ശ്ലോകത്തിൽ ലാക്ഷാരസം എന്നാണ് പറയുന്നത്. ആ ലാക്ഷാരസം താമരപ്പൂവിൽ പറ്റിയിട്ട് താമരപ്പൂ കൃത്രിമമായി ഒന്നുകൂടി ചുമക്കുന്നു. എന്നിട്ട് പോലും ദേവിയുടെ കരതലത്തിൻ്റെ ഭംഗിയോ ചുവപ്പ് നിറമോ ആ താമരയ്ക്ക് കൈവന്നിട്ടില്ല. അതുപോലെ അമ്മയുടെ കൈവിരലുകളിലെ നഖങ്ങളുടെ ശോഭയും കരതലങ്ങളുടെ കാന്തിയും പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളുടെ തഴുകലേറ്റ് വിടർന്നു വരുന്ന താമരപ്പൂവിൻ്റെ ശോഭയെ പരിഹസിക്കുന്ന തരത്തിൽ നിരുപമവും നിരുപാധികവുമാണ്. അങ്ങനെയുള്ള നഖങ്ങളോട് കൂടിയ കരതലങ്ങളുടെ കാന്തിയെ എങ്ങനെ വർണ്ണിക്കാനാകും എന്ന് നീ തന്നെ പറയുക ഉമേ എന്ന് ദേവിയോട് ആചാര്യസ്വാമികൾ പറയുകയാണ്. ഉണങ്ങിയ ഇല പോലും ഭക്ഷിക്കാതെ അപർണയായി മഹാദേവനെ ലഭിക്കാൻ കഠിന തപസ്സുകൊണ്ട പാർവതീദേവിയെ ഹിമവാന്റെ ഭാര്യയും ദേവിയുടെ അമ്മയുമായ മേനാദേവി തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഊ എന്നാൽ അല്ലയോ എന്ന അഭിസംബോധനയാണ്. അല്ലയോ മകളെ, അതാണ് ഊ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാ എന്നാൽ അരുത്. അപ്പോൾ ഊ മാ, അല്ലയോ മകളെ അരുത്, ഊ മാ എന്നിങ്ങനെ മേനാദേവി പാർവതീദേവിയെ തപസ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ദേവിക്ക് ഉമ എന്നുള്ളൊരു നാമം കിട്ടിയത് എന്നൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ കാലിൽ ചെമ്പഞ്ഞിച്ചാറും പുരട്ടിക്കൊണ്ട് ലക്ഷ്മീദേവി നൃത്തം ചെയ്യുന്ന ചെന്താമരയുടെ സൗന്ദര്യത്തേക്കാൾ മഹനീയമാണ് അമ്മയുടെ കരതലങ്ങളുടെ ശോഭ എന്ന് ആചാര്യസ്വാമികൾ സവിശേഷമായി വർണ്ണിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. നഖാനാമുദ്യോതൈഃ നവനളിനരാഗം വിഹസതാം कराणां ते कान्तिं कथय कथयामा कथमुमे कयाचिद्वा साम्यं भजतु कलया हन्तकमलं यदि क्रीडन् लक्ष्मी चरणतललाक्षा रसचनं. നഖാനാമുദ്യോതൈ, നഖങ്ങളുടെ ഉത്കൃഷ്ടകാന്തികളാൽ നവനളിനരാഗം വിഹസതാം, പുതിയതായി വിടർന്ന ചെന്താമരപ്പൂവിൻ്റെ ചുവപ്പിനെ പരിഹസിക്കുന്ന, വിഹസതാം പരിഹസിക്കുന്ന, കരാണാം തേ നിന്തിരുവടിയുടെ കൈകളുടെ, കാന്തിം കഥയാ കാന്തിയെ എങ്ങനെ പറയാൻ കഴിയും, കഥയാമ കഥം എങ്ങനെ പറയുന്നു, ഉമേ അല്ലയോ പാർവതീദേവി, കയാചിദ്വ യാതൊരു വിധത്തിൽ, സാമ്യം ഭജതു തുല്യത പ്രാപിക്കാൻ സാധിക്കുമോ, ഹന്ത ആശ്ചര്യം,
യതി ക്രീഡത് ലക്ഷ്മീ ചരണതല ലാക്ഷാരസചണം. തന്നിൽ ക്രീഡിക്കുന്ന ലക്ഷ്മിയുടെ പാദതലങ്ങളിലെ ചെമ്പഞ്ഞിച്ചാറിൻ്റെ നിറം പകർന്നതാണെങ്കിൽ കമലം, ചെന്താമര, കയാചിത്വ ഏതെങ്കിലും തരത്തിൽ, കലയാ സാമ്യം കുറഞ്ഞൊരു സാമ്യം, ഭജതു ആർജിച്ചു എന്നു വരാം. നൈവേദ്യം മധുവാണ്, സർവജനവശ്യമാണ് ഫലം. എല്ലാ ഫലശ്രുതിക്കും അപ്പുറം മൂകാംബിക ദേവിയുടെ പാതാരവിന്ദത്തിൽ സർവവും സമർപ്പണം.